ഈ കാണുന്നത് 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന രണ്ട് ഗിയർ മോട്ടറുകളാണ്. ഇതിലൊരു ഗിയർ മോട്ടർ 200 RPM-ന്റെ മറ്റേത് 300 RPM-ന്റെ ആണ്. ഇത് അത്യാവശ്യം നല്ല കിടിലം ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. ഗിയറൊക്കെ വരുന്ന ഫുൾ മെറ്റലിലുള്ളതാണ്. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. വാങ്ങിയ ടൈമിൽ ഒരെണ്ണത്തിന് 460 രൂപ വെച്ചാണ് റേറ്റ് ആയത്. ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് 300 RPM-ന്റെ ഗിയർ മോട്ടറാണ്. ഇത് 200 RPM-ന്റെ ഗിയർ മോട്ടർ വർക്ക് ചെയ്യുന്നതും. നമ്മുടെ ഈ രണ്ട് ഗിയർ മോട്ടറിന്റെയും പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ കല്ലൊന്ന് പൊക്കി നോക്കാം. ഈ കല്ലിന്റെ വെയിറ്റ് 3 കിലോയും 865 ഗ്രാമും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഗിയർ മോട്ടറുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് 12 വോൾട്ട് 7.2 AH-ന്റെ ബാറ്ററിയിലാണ്. ആദ്യം നമുക്ക് 200 RPM-ന്റെ ഗിയർ മോട്ടർ വെച്ച് കല്ല് പൊക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഗിയർ മോട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗിയർ മോട്ടറിന്റെ ഷാഫ്റ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യാൻ വള്ളി കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് കല്ലിലേക്ക് കെട്ടിയിരിക്കുന്നു. 200 RPM-ന്റെ ഗിയർ മോട്ടറിൽ കല്ല് പൊക്കി നോക്കിയപ്പോൾ സ്മൂത്തായിട്ട് തന്നെ പൊങ്ങിപ്പോണ്ടായിരുന്നു. ഞാനിപ്പോൾ മോട്ടറിന്റെ ഷാഫ്റ്റിൽ ഡയറക്റ്റാണ് വള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരോടെ ലോഡ് കൂടുതൽ കയറും. ഇനി നമുക്ക് ഈ 300 RPM-ന്റെ ഗിയർ മോട്ടറും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞാൻ ഈ സെയിം സ്റ്റാൻഡിൽ തന്നെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം 200 RPM-ന്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മൂത്തായിട്ട് കയറിപ്പോയി. പക്ഷേ ഇതത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത്. എന്നാലും അത്യാവശ്യം ലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഗിയർ മോട്ടർ വെച്ച് ഒരു സാധനം ഉണ്ടാക്കണ വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്തേക്കാം. മറ്റേ ഗിയർ മോട്ടർ വെച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.